നമസ്കാരം, ഞാൻ മനോജ് നെടിയക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കോക്ക് വിപണി നീണ്ട അവധി ദിനങ്ങൾക്ക് ശേഷം റബ്ബറിൻ്റെ ഇടപാടുകൾ പുനരാരംഭിച്ചത് മികവോടെയാണ്. ഈ മാസത്തെ ആദ്യ വ്യാപാരത്തിൽ ഷീറ്റ് വില ക്വിൻ്റലിന് 18,873 രൂപയിലാണ്. എന്നാൽ ഇന്ന് ബാങ്കോക്കിൽ വില കൂടിയിട്ടുണ്ട്. ഇറക്കുമതിക്കാരിൽ നിന്നുള്ള അന്വേഷണങ്ങളെ ഉറ്റുനോക്കുകയാണ് തായ് മാർക്കറ്റ്. ഇതിനിടെ തുടർച്ചയായ വില തകർച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ റബ്ബർ ഇന്ന് തിരിച്ചുവരവ് കാഴ്ചവെച്ചു. ഇന്നലെ കിലോ 280 യെന്നിലേക്ക് ഇടിഞ്ഞ റബ്ബർ 300 യെന്നിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. അതേസമയം ഊഹക്കച്ചവടക്കാർ ഉയർന്ന റേഞ്ചിൽ വിൽപ്പനയിൽ പിടിമുറുക്കാനും ഇടയുണ്ട്. സംസ്ഥാനത്ത് 4 ഗ്രേഡ് റബ്ബർ കിലോയ്ക്ക് 197 രൂപ 50 പൈസയാണ്. വിയറ്റ്നാം കുരുമുളക് കയറ്റുമതി ഉയർത്താൻ ശക്തമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറ്റുമതി നികുതികൾ അമേരിക്കൻ ഷിപ്പ്മെൻറ്റുകൾക്ക് ഭീഷണിയായി. വിയറ്റ്നാം ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ 46% നികുതി മൂലം കയറ്റുമതിക്കാർ അല്പം പിന്നോട്ട് വലിഞ്ഞു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലുകാരുടെ വരവ് അവർക്ക് താങ്ങ് പകരുന്നുണ്ട്. 1,00,000 ടണ്ണിൻ്റെ ഉൽപ്പാദനം അവകാശപ്പെടുന്നതിനാൽ താഴ്ന്ന വിലയ്ക്ക് കച്ചവടങ്ങളിൽ ഏർപ്പെടാനാകുമെന്ന നിഗമനത്തിലാണ് ഇറക്കുമതി രാജ്യങ്ങൾ. ഇന്തോനേഷ്യയിൽ അടുത്ത മാസം വിളവെടുപ്പ് തുടങ്ങുമെന്നത് കുരുമുളക് വിലയെ സ്വാധീനിക്കുമെന്ന നിഗമനത്തിലാണ് യൂറോപ്യൻ ബയ്യർമാർ. കാർഷിക മേഖലയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ചരക്ക് വരവ് ശക്തമല്ല. അൺഗാർബിൾഡ് മുളകിന് ക്വിൻ്റലിന് 100 രൂപ ഉയർന്ന് 66,900 രൂപയായി. ഉൽപ്പാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണയിൽ മികച്ച ഇനങ്ങൾ നിർണായകമായ 3,000 രൂപയ്ക്ക് മുകളിൽ ഇടം പിടിച്ച് കിലോയ്ക്ക് 3,030 രൂപയായി. ശരാശരി ഇനങ്ങൾ 2,441 രൂപയിലും ഇടപാടുകൾ നടന്നു. മൊത്തം 41,692 കിലോ ഏലക്ക ലേലത്തിലെത്തിയതിൽ 40,270 കിലോയും കൈമാറ്റം നടന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും ലേലത്തിൽ സജീവമായിരുന്നു. നാളികേര ഉൽപ്പന്നങ്ങൾ ഒരു ചുവടുകൂടി മുന്നേറി. മാസാരംഭ ഡിമാൻഡിൽ പ്രാദേശിക വിപണികളിലും വൻകിട സൂപ്പർ മാർക്കറ്റുകളിലും വെളിച്ചെണ്ണ വിൽപ്പന വർദ്ധിച്ചത് മില്ലുകാരെ ആവേശം കൊള്ളിച്ചു. അയൽ സംസ്ഥാനത്തെ വൻകിട മില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാൻ ഉത്സാഹിച്ചു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 31,975 രൂപയിലാണ്. കൊച്ചിയിൽ എണ്ണ വില ക്വിൻ്റലിന് 300 രൂപ വർദ്ധിച്ച് 30,500 രൂപയായി. കൊപ്രയ്ക്ക് 200 രൂപ കയറി 20,400 രൂപകളിലും ഇടപാടുകൾ നടന്നു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.